തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ക്ഷേമ പെൻഷൻ നൽകാൻ പോയ ബാങ്ക് ജീവനക്കാരന് വെട്ടേറ്റു. ബാലരാമപുരം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ ലെനിനാണ് ആക്രമിക്കപ്പെട്ടത്. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, എന്താണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് കാരണം? സലീം, പോലീസ് പറയുന്നത് എന്താണ്? റിജിത്ത്, ഇന്ന് വൈകുന്നേരമായിരുന്നു ബാലരാമപുരം പുന്നക്കാട്ടിൽ വെച്ച ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. പുന്നക്കാട്ടിൽ ക്ഷേമ പെൻഷൻ നൽകാനെത്തിയ ബാങ്ക് ജീവനക്കാരനെയാണ് മർദ്ദിച്ച ശേഷം വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പുന്നക്കാട് സ്വദേശിയായ ലെനിൻ പുന്നക്കാട് എന്ന പ്രദേശത്ത് വെച്ചൊരു വീട്ടിൽ, പുന്നക്കാട് സരസ്വതി എന്ന ആളുടെ വീട്ടിൽ ക്ഷേമ പെൻഷനുമായി എത്തിയതാണ്. സരസ്വതിയുടെ വീടിന് സമീപത്തെ തൊട്ടടുത്ത് നിന്ന് അച്ചു എന്ന യുവാവ് പുറകിലൂടെ എത്തി മർദ്ദിക്കുകയായിരുന്നു. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പരിക്ക് ഗുരുതരമല്ല. ഈ സരസ്വതിയുമായുള്ള അച്ചുവിന്റെ പ്രശ്നങ്ങളാണ് അവിടേക്ക് ക്ഷേമ പെൻഷനുമായി വിതരണം ചെയ്യാനെത്തിയ ആൾ ഈ ആക്രമിക്കാനുള്ള കാരണം എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ 43-കാരനായ ലെനിൻ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പക്ഷേ പരിക്ക് ഗുരുതരമായ നിലയിലല്ല. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി മൊഴിയെടുത്ത ശേഷം അന്വേഷണം ആരംഭിച്ചു. ഈ മർദ്ദിച്ച അച്ചു എന്നയാളെ പിടികൂടിയിട്ടുമുണ്ട്. റിജിത്ത്, സലീം, ഈ ബാങ്ക് ജീവനക്കാരന് ഈ തർക്കവുമായി യാതൊരു ബന്ധവുമില്ല. ആ രണ്ട് അയൽവാസികളായ ആളുകൾ തമ്മിലുള്ള തർക്കം, അതിനിടയിൽ ഇയാളെ മർദ്ദിക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? സലീം, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ വീട്ടിലേക്ക് ക്ഷേമ പെൻഷനുമായി എത്തി എന്നുള്ളത് മാത്രമാണ് ഈ ലെനിൻ ചെയ്ത തെറ്റ് എന്നാണ് ഈ അച്ചു പറയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അവിടേക്ക് എത്തുമ്പോൾ ഈ അച്ചു അവിടെ ഈ ഒരു പുരയിടത്തിന് സമീപത്ത് നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഈ ലെനിനും അയാളെ നോക്കി, അപ്പോൾ തുറച്ചു നോക്കുന്നു എന്നുകൂടി ആരോപിച്ചായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. പക്ഷെ അത് ഈ രണ്ട് വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്ന് വലിയ പ്രകോപനങ്ങളില്ലാതെ ലെനിനെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ വിഷയത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. ശരി, സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.